ഇംഗ്ലീഷിലെ കുറച്ച് ആന്റോണിംസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഡ് മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ പരിഹരിക്കുക, സോൾവ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. അതിന്റെ ആന്റോണിംസ് വരുന്നത്, ആന്റോണിംസ് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡാണ്. അപ്പോൾ ആന്റോണിംസ് വരുന്നത് അഗ്രാവേറ്റ്, എക്സാസ്പെറേറ്റ് വേർഡ്സ്, അതായത് മോശപ്പെടുത്തുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക അങ്ങനെ. ഇനി അഡാമന്റ് എന്ന് പറയുമ്പോൾ വാശി പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റബൺ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ദൃഢമായിട്ട് ഉറച്ചു നിൽക്കുക, അഡാമന്റ് ആയിട്ട് നിൽക്കുക. അതിന്റെ ആന്റോണിംസ് വരുന്നത് എഗ്രിയബിൾ, കോംപ്ലയന്റ്, പ്ലയബിൾ എന്നൊക്കെയാണ്. ഡെസ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡെസ്പെയർ അല്ലെങ്കിൽ ഹോപ്പ്ലെസ്, നിരാശ. അതിന് ആന്റോണിം വരുന്നത് ബോയന്റ്, ചീർഫുൾ, ജുബിലന്റ്, അതായത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ് ആന്റോണിംസ്. ഇനി ബിനൈൻ. ബിനൈൻ എന്ന് പറയുമ്പോൾ ഗുഡ് ഇന്റൻഷൻ അല്ലെങ്കിൽ ജെന്റിൽ, കൈൻഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈവിൾ, ഇൻജൂരിയസ്, ഹാംഫുൾ എന്നൊക്കെയാണ്. ഇനി ഇൻഫെന്റൈൽ. ഇൻഫെന്റൈൽ എന്ന് പറയുമ്പോൾ ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുവർ ആയിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ ആന്റോണിംസ് വരുന്നത് അഡൽട്ട്, മെച്ചുവർ, സീരിയസ് എന്നൊക്കെയാണ്. ഇനി എഫ്ലുവൻസ്. എഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ വെൽത്ത് അല്ലെങ്കിൽ റിച്ച്, അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. ആന്റോണിംസ് വരുമ്പോൾ പോവർട്ടി, ഇൻഡിജൻസ്, പെന്യൂറി എന്നൊക്കെയാണ്. ഇനി കിൻഡിൽ. കിൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫയർ തരിക അല്ലെങ്കിൽ ഒരു റേജ് അല്ലെങ്കിൽ നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് തരാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് കിൻഡിൽ എന്ന് പറയുമ്പോൾ വരുന്നത്. അതിന്റെ ആന്റോണിം വരുന്നത് എക്സ്റ്റിംഗ്വിഷ്, സ്നഫ്, ഡൗസ് എന്നൊക്കെ. അപ്പം കിൻഡിൽ പറയുമ്പോൾ ഒന്ന് കത്തിക്കുക അല്ലെങ്കിൽ ആൾ കത്തിക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവം. എക്സ്റ്റിംഗ്വിഷ് എന്ന് പറയുമ്പോൾ കെടുത്തുക. ഇനി ഗ്രോട്ടസ്ക്യൂ. ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മോക്കറി ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ എന്താ പറയുക വൈരൂപ്യം, അങ്ങനെയൊക്കെ ഒരു അർത്ഥം വരുന്നതാണ് ഗ്രോട്ടസ്ക്യൂ. മോക്കറി, കൂടുതൽ കളിയാക്കുന്ന തരത്തിൽ അതിനെ വിരൂപമാക്കുക. ഇനി ആന്റോണിംസ് വരുന്നത് ബ്യൂട്ടിഫുൾ, ഗോർജസ്, സ്റ്റണ്ണിങ് എന്നൊക്കെയാണ്. ഇനി എറുഡൈറ്റ്. എറുഡൈറ്റ് എന്ന് പറയുമ്പോൾ സ്കോളർലി ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ ആന്റോണിംസ് വരുന്നത് ഇഗ്നറന്റ്, ഇല്ലിറ്ററേറ്റ്, അൺസ്കോളർലി എന്നൊക്കെയാണ്. ഇനി കോൺജെനിയൽ. കോൺജെനിയൽ പറയുമ്പോൾ ലൈക്ക് മൈൻഡഡ് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ ആന്റോണിംസ് വരുന്നത് ഡിസഗ്രിയബിൾ, ഡിസ്ഹാർമോണിയസ്, ഇൻകമ്പാറ്റബിൾ എന്നൊക്കെയാണ്.